അറിവും സമാധാനത്തിൻ്റെ യഥാർത്ഥ അറിവുകൾ ധാരാളമായി ഒഴുകുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ യുഗത്തിൽ ഡാറ്റയിലേക്ക് എളുപ്പം എത്തി ഉപയോഗിക്കുന്നത് ഒരു അനുഗ്രഹമാണ്. എന്നിരുന്നാലും വിവരങ്ങളുടെ സമൃദ്ധി യഥാർത്ഥ അറിവിലേക്കും അതിൻ്റെ പ്രായോഗിക പ്രയോഗവും ശരിയായിരിക്കണമെന്നില്ല. പലപ്പോഴും അവ എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെ വസ്തുതകളുടെ കടലിൽ മുങ്ങിപ്പോകുന്നതായി നാം കാണുന്നു. ഈ അറിവില്ലായ്മ നമ്മുടെ വിമോചനത്തെയും പുരോഗമനത്തെയും തടസ്സപ്പെടുത്തുന്നു. വിമർശനാത്മകമായ ചിന്തകളില്ലാതെ നാം അറിവുകൾ ഉപയോഗിക്കുമ്പോൾ അഹങ്കാരവും അതോടൊപ്പം അജ്ഞതയും വളരുന്നു. വിവരങ്ങളുടെ ശക്തമായ ഉറവിടമായ സോഷ്യൽ മീഡിയ പലപ്പോഴും സത്യവും അസത്യവും തമ്മിലുള്ള അതിർവരമ്പുകൾ ഭേദിച്ച് സത്യത്തിന് മയങ്ങൾ ഏൽപ്പിക്കുന്നു. ആവർത്തിച്ചുള്ള പ്രക്ഷേപണങ്ങളിലൂടെ നുണകൾ വിശ്വസ്തത നേടിയെടുക്കുന്നു. സത്യം വിവേചിക്കുന്നതിനും ആഴത്തിൽ പരിശോധിക്കുന്നതിനും നമ്മൾ അപൂർവമായി സമയമെടുക്കുന്നു. മെച്ചപ്പെട്ട ആശയവിനിമയത്തിൻ്റെ സവിശേഷതയായ ആധുനിക യുഗം സാധാരണ ജനങ്ങളെ ജ്ഞാനികളാക്കിയിരിക്കണമെന്നില്ല. വ്യതിചലനങ്ങൾ, വിവേചന അധികാരമില്ലായ്മ, പ്രായോഗിക ജീവിതത്തിൽ അറിവ് പ്രയോഗിക്കുന്നുള്ള പരാജയം എന്നിവ അനീതിയുടെ വ്യാപനത്തിനും സമാധാനത്തിൻ്റെ അഭാവത്തിനും സാമൂഹിക വിഭജനത്തിനും കാരണമാകുന്നു. നിരക്ഷരതയുടെ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി അജ്ഞത എന്നും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ആധുനിക യുഗത്തിലും അത് വെല്ലുവിളിയായി നിലനിൽക്കുന്നു. കാരണം സമർത്ഥമായ വിവരങ്ങളിലേക്കുള്ള പ്രവേശനമുള്ളവർ പലപ്പോഴും അതിൻ്റെ ശരിയായ പ്രയോഗത്തെ അവഗണിക്കുന്നു. യഥാർത്ഥ സമാധാനം കൈവരിക്കുന്നതിന് അറിവ് കൈമുതലാക്കുന്നതിൽ മാത്രമല്ല, അത് ദൈനംദിന ജീവിതത്തിൽ വിവേകത്തോടെയും തിരിച്ചറിവിലൂടെയും പ്രയോഗിച്ച് ജീവിക്കുന്നതിലാണ്. അറിവുകൾ വിവേകത്തോടെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അലൗകിക ശക്തി എന്താണെന്ന് അറിയുകയും കൂടുതൽ അറിവുകൾ അന്വേഷിക്കുകയും ചെയ്യും. അത് നമ്മെ സംരക്ഷിക്കുകയും സുരക്ഷിതരാക്കുകയും ചെയ്യുന്നു. കൂടുതൽ പ്രചോദനാത്മകമായ വീഡിയോകൾക്കായി ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക. ശ്രോതാക്കൾക്ക് നന്ദി.